തണ്ണീർത്തടം നികത്തുന്നതിന് ഇടക്കൊച്ചി വില്ലേജ് അധികൃതർ ഒത്താശ ചെയ്യുന്നുവെന്ന ആരോപണവുമായി കേരള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഇടക്കൊച്ചി വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.ഡി. മജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായും ഇടക്കൊച്ചി പള്ളുരുത്തി മേഖലകളിൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് ഒരു വലിയ പതിവായിരിക്കുകയാണ്. ഈ തണ്ണീർത്തടം നികത്തുന്നതിന് മുമ്പായി നികത്തി തുടങ്ങുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ ഇതിന് പരാതി നൽകുന്നു. ഈ പരാതിയെല്ലാം അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ കഴിഞ്ഞ 2 മാസത്തിനിടെ 6ഓളം തണ്ണീർത്തടങ്ങളാണ് ഇവിടെ നികത്തിയത്. ഇതിനെതിരെ 6 പരാതികൾ കൊടുത്തു. ഈ പരാതികൾ കൊടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസർ അടങ്ങുന്ന സംഘം ആ സ്ഥലം പരിശോധിച്ച് എന്താണ് അവിടെ നടന്നതെന്ന് പോലും നോക്കുവാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇടക്കൊച്ചി വില്ലേജ് ഓഫീസ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇടക്കൊച്ചി നമ്മുടെ പാലമുറ്റം റോഡിലുള്ള തണ്ണീർത്തടം, ഈ തണ്ണീർത്തടം നികത്തി തുടങ്ങിയപ്പോൾ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവിടെ പരാതി നൽകി. ഈ പരാതി ഞാൻ വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുവാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം വളരെ ഒരു പ്രതിമയെ പോലെ ഒരു വിഷയത്തിലും ഇടപെടുവാനായിട്ട് ഞാനില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഈ ഇടക്കൊച്ചിയിലെ വില്ലേജ് ഓഫീസർ കസേരയിൽ ഇരിക്കുന്നത്. കുറച്ചുനാളുകളായി ഇടക്കൊച്ചി പ്രദേശത്ത് തുടർച്ചയായി തണ്ണീർത്തടങ്ങൾ നികത്തുകയാണെന്നും പരാതിയുമായി ചെല്ലുമ്പോൾ വില്ലേജ് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഇടക്കൊച്ചി വില്ലേജ് ഓഫീസ് സ്റ്റോപ്പ് മെമ്മോ നൽകി നിർത്തിവെച്ച തണ്ണീർത്തടങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കേരള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഇടക്കൊച്ചി വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.ഡി. മജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലമാണ്. അത് സഭ തന്നെയുണ്ട്. സഭ തന്നെ ഈ ജീവിക്കുന്ന ആ സഭയിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന ഈ തണ്ണീർത്തടം ഉള്ളത് കൊണ്ടാണ് അവർ ജീവിക്കാൻ നല്ല മത്സ്യം നമുക്ക് കഴിക്കാൻ പറ്റും. ഗ്രാമസ്വരാജ് ജില്ലാ ചെയർമാൻ അഭിലാഷ് തോപ്പിൽ യോഗത്തിൽ അധ്യക്ഷനായി. വളരെ വില്ലേജ് ഓഫീസിന്റെ സുഹൃത്തുക്കളായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഞങ്ങളെല്ലാവരും. എന്ത് കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി വളരെ ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പൊതുപ്രവർത്തകരാണ് എല്ലാവരും. ഈ പൊതുപ്രവർത്തനത്തിന്റെ മറവിൽ ഇവർ ചെയ്യുന്നത് ഞങ്ങളെ ഈ തണ്ണീർത്തടത്തിന്റെ വിഷയം വരുമ്പോൾ ഞങ്ങളെ കേൾക്കാതെ ആ ഭൂമാഫിയയ്ക്ക് ഒത്താശ ചെയ്തുകൊണ്ട് പോകുന്ന പ്രവർത്തനം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇടക്കൊച്ചിയിൽ എൻ്റെ ഡിവിഷനിൽ ഒരു വലിയൊരു പാടം അവിടെ ഒരു മത്സ്യകൃഷി നടത്താൻ പോവുകയാണ്. 6 മാസം കൃഷിയും 6 മാസം മീൻ കൃഷിയും നടത്തേണ്ട നിയമം നിലനിൽക്കുന്ന ഈ രാജ്യത്ത്, ഈ നാട്ടിൽ ഇതിപ്പോ 1 വർഷം 2 വർഷത്തോളം മീൻ കൃഷി നടത്തുന്ന രീതിയിലേക്ക് അവിടെ പോകും. സംസ്ഥാന ചെയർമാൻ എം.എൻ. ഗിരി, പി ജേക്കബ്, ടി.എം. റിഫാസ്, വി.കെ. അരുൺകുമാർ, എം.എ. ജോസി, പ്രേം ജോസ്, കെ.എ. ജേക്കബ്, എം.എം. പ്രിജിത്ത്, ഗീത സുനിൽ, ഷാരൂൺ ആന്റണി എന്നിവർ സംസാരിച്ചു. ഈ പ്രദേശം കൊച്ചി നഗരത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് പ്രദേശമായിട്ടുള്ള ഈ പ്രദേശത്ത് ഇവിടെ വെള്ളം കയറി വന്നാൽ അത് സംരക്ഷിക്കാനും അത് നമ്മുടെ വീടുകളിലേക്ക് കയറി വരാതിരിക്കാനും വേണ്ടി പ്രകൃതിദത്തമായി ഉണ്ടായിട്ടുള്ള തണ്ണീർത്തടങ്ങളെ പൂർണ്ണമായി ചില മാഫിയകൾക്ക് വേണ്ടി ഒറ്റുകൊടുക്കാനുള്ള നീക്കം നടത്തുന്ന വില്ലേജ് അധികാരികൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഒരു ഗാന്ധിയൻ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഗ്രാമസ്വരാജിന് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉന്നയിക്കുന്ന ആവശ്യം ഇവിടെ ഏക്കർ കണക്കിന് തണ്ണീർത്തടം സംരക്ഷിക്കുന്നതിന് പകരം അതെല്ലാം നികത്തി ഭൂമാഫികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു പ്രവണതയുമായാണ് എനിക്ക് പിന്നിലിരിക്കുന്ന വില്ലേജ് ഓഫീസിൻ്റെ അധികാരികൾ കാട്ടിക്കുത്തുന്ന പേക്കൂത്തുകളെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ തണ്ണീർത്തടം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ലക്ഷ്യം അവിടെ കൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർ മത്സ്യം പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്ന ആ തണ്ണീർത്തടമെല്ലാം നശിപ്പിച്ച് അതെല്ലാം നികത്തി ഭൂമാഫിയകൾക്ക് വിറ്റ് തീരെഴുതുന്ന പ്രവണതയുമായാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്